ഹലോ. അങ്ങനെ ഫൈനലി ഞാനും പ്രൈമാർക്ക് എക്സ്പ്ലോർ ചെയ്തു. അപ്പോൾ ഫസ്റ്റ് ഞാൻ പർച്ചേസ് ചെയ്തിരുന്ന ഈ ഒരു സംഭവമാണ്. ഇത് നോർമലായിട്ടുള്ള ഒരു കോംബോ ആണ്. ഇതിന് അവിടെ വരുന്നത് 9 ദിർഹമാണ്. 9 ദിർഹത്തിന് ഇത് എനിക്ക് നല്ല വർത്തായിട്ട് തോന്നുന്നു. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്, യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു. ഇതൊരു സെൻറ്റർ ക്യാറ്റിലാണ്. അവിടെ വെച്ചിട്ട് ഞാനിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ മട്ടിപ്പോൾ നല്ല മണ്ണുണ്ട്. ഇതിൻ്റെ ഫ്ലേവർ വരുന്നത് സീ സോൾട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഓഷ്യൻ സീ അങ്ങനത്തെ ഒരു സ്മെല്ലുണ്ടല്ലോ, അങ്ങനത്തെ ഒരു സ്മെല്ലുണ്ട് ഇതിന് നമ്മളിങ്ങനെ മണക്കുമ്പോൾ. പക്ഷെ നമ്മൾ വീട്ടിൽ വന്ന് കത്തിച്ച് നോക്കിയപ്പോൾ ഇതിന് കാര്യമായിട്ട് വലിയ ഗുണമുള്ളതായിട്ട് തോന്നിയില്ല. കാരണം ഒരു മണവും വരുന്നില്ല. 18 ദിർഹത്തിന് ഇത് ഒരു കാര്യമില്ല എന്ന് ഞാൻ പറയും. മോൾക്ക് വേണ്ടി എടുത്തതാണ് ഒരു സാൻഡല്. ഇതിൻ്റെ ഏകദേശം ഇതിൻ്റെ ഒരു മെറ്റീരിയൽ എന്ന് പറയുന്നത് നമ്മുടെ ക്രോക്സിൻ്റെ ഒക്കെ മെറ്റീരിയൽ പോലത്തെ ഒരു മെറ്റീരിയലാണ് കേട്ടോ. 23 ദിർഹത്തിനും അത് വലിയ കുഴപ്പമില്ലാത്തതാണ്. അത്യാവശ്യം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്, ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ 13 ദിർഹമാണ് കേട്ടോ. ഇതും വലിയ കുഴപ്പമില്ല, പക്ഷേ ഇതിലും റേറ്റ് കുറവിൽ ഇത് ക്വാളിറ്റിയിൽ കിട്ടും. പിന്നെ വാങ്ങിച്ചത് ഈ ഒരു ഓർഗനൈസറാണ് കേട്ടോ. ഇത് നല്ല ക്വാളിറ്റി ഉണ്ട്, അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്, യൂസ്ഫുള്ളും ആണ്. ഇതിന് വന്നത് 13 ദിർഹമാണ് കേട്ടോ. 13 ദിർഹത്തിന് ഇത് കുഴപ്പമില്ല, പക്ഷേ ഇതിലും റേറ്റ് കുറവിൽ പറഞ്ഞ പോലെ ഗിഫ്റ്റ് സെൻറ്റർ, ഡേ ടു ഡേ അങ്ങനത്തെ സ്ഥലങ്ങളിലും നമുക്ക് സെയിം ക്വാളിറ്റിയിലും റേറ്റ് കുറവിൽ. ജസ്റ്റ് ഒരു ഹാൻഡ് ക്രീമാണ്. ഇങ്ങനെയാണ് അതിൻ്റെ പാക്കേജിങ്. പക്ഷെ നമ്മളിത് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും വരില്ല, കടിഞ്ഞ് പരിശ്രമിക്കണം, എന്നാലാണ് കുറച്ച് വരിക. സംഭവം നല്ല സ്മെല്ലുണ്ട്, പിന്നെ അത്യാവശ്യം കുഴപ്പമില്ല മോയ്സ്ചറൈസിങ് ഉണ്ട്. പക്ഷേ ഇത് എത്രകൊണ്ട് ലാസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഞാൻ ടെസ്റ്റ് ചെയ്തിട്ട് പറയാം. ഇത് വലിയ കുഴപ്പമില്ല. ഇത് ദിർഹം. ഇതിനൊക്കെ ഒരു നോർമൽ ഓക്കെ ഉള്ള ഒരു ഹാൻഡ് ക്രീമാണ്. ഇത് നമ്മൾ മെൻസ് വെയർ സെക്ഷനിൽ എടുത്ത ഒരു സ്പോർട്സ് പിന്നിനാണ് മെൻസിൻ്റെ. ഇതിന് റേറ്റ് വന്നത് 18 ദിർഹമാണ് കേട്ടോ. പിന്നെ എനിക്കൊരു ക്രോപ്പ് പോലെ ചെറിയൊരു പെനി എടുത്തിട്ടുണ്ടായിരുന്നു. കിഡ്സിൻ്റെ ഒരു ഹുഡി സെറ്റാണ്. ഇതിന് വന്നിട്ട് 45 ദിർഹമായി. ഇതാണ് അവിടെ നമുക്ക് കിട്ടിയതിൽ ഇത്രയും കുറവ് അഫോർഡബിൾ നമുക്ക് പറയാൻ പറ്റുന്നത്. 45 ദിർഹമായി. ബാക്കി അപ്പോൾ നമുക്ക് ഊഹിക്കാം, ബാക്കി ക്ലോത്ത്സിനൊക്കെ ഏകദേശം എത്ര റേറ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മൾ മെൻസ് സെക്ഷനിൽ തന്നെ ഒരു ട്രൗസേഴ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. ഈ ട്രൗസേഴ്സ് വന്നിട്ട് 75 ദിർഹമാണ് കേട്ടോ. 75 ദിർഹത്തിന് ഇതൊന്നും തീരെ അഫോർഡബിൾ അല്ല, പക്ഷേ എന്നാലും നല്ല ക്വാളിറ്റി ആണ് കേട്ടോ, നല്ല മെറ്റീരിയലാണ്. ഇതേ നമുക്ക് ഈ ഒരു കവർ കൂടെ വാങ്ങേണ്ടി വന്നു കേട്ടോ. ഇത് ആക്ച്വലി 8 ദിർഹംസാണ് അവർ ചാർജ് ചെയ്തത്. നമ്മളുടെ കയ്യിലുള്ള കാശ് കൊടുത്ത് നമ്മൾ തന്നെ അവരുടെ പരസ്യം ചെയ്ത് കൊടുക്കുന്ന ഒരു സംഭവം. നിങ്ങൾ ആരെങ്കിലും പോയിട്ടുള്ളവരുണ്ട്, എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ വേറെ വീഡിയോയിൽ കാണാം. ബൈ.